ഫാത്തിമ തഹലിയ എന്ന് പറയുന്നത് ഒരു വളരെ ലൈവായ വിസിബിളായ ഒരു കാൻഡിഡേറ്റ് ആണ് ഫാത്തിമ തഹലിയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. എത്രത്തോളം വർഗീയത അവർ ഇന്നലകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ആ വിസിബിളായ കാൻഡിഡേറ്റിന് അവർ ഏതെങ്കിലും തരത്തിൽ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, അവിടെ ഞങ്ങൾ ഒരു മുസ്ലിം ലീഗ് നേതാവിനെയും ഞങ്ങൾ വർഗീയ നേതാവ് എന്ന് പറയില്ല. അത് വെറുതെ പറയാതിരിക്കുന്നതുകൊണ്ടല്ല. മുസ്ലിം ലീഗിനെ പറ്റി ഞങ്ങൾക്കൊരു കാഴ്ചപ്പാട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറ്റി ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരാൾ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ പ്രൊഫഷണലായ ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് ഞാനൊക്കെ പറയുക. അത്രയ്ക്കേറെ കടഞ്ഞെടുത്ത സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എടുത്തിട്ടുള്ളത്. എത്ര പ്രൊഫഷണലായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിന് ഓരോ കാര്യങ്ങളെ നേരിടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞെരളത്ത് ഹരിഗോവിന്ദനാണ് സോപാന സംഗീതം പാടുന്ന, ക്ഷേത്രകല പാടുന്ന ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞങ്ങൾ ഒരുമിച്ച് കേട്ടപ്പോൾ അദ്ദേഹം ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്, അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായ ഒരു സ്വീകാര്യത നമ്മൾ പഠിക്കണം. ആ സ്വീകാര്യത നമ്മൾ പറയട്ടെ, വയനാട്ടിൽ വീട് വെച്ച് കൊടുത്തു, ശിഹാബ് തങ്ങൾ വീട് വെച്ച് കൊടുത്തു, കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നു. ആർക്കാ നടപ്പിലാക്കുന്നത്? മുസ്ലിം കാസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതകക്ഷിക്ക് വേണ്ടി മാത്രമാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി, ചാരിറ്റി പദ്ധതികൾ? KMCC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് ആകമാനം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന KMCCയെ സഹായിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമാണോ? അല്ല. ഞാനൊക്കെ ബാംഗ്ലൂരിൽ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വിളിക്കുക KMCC ആണ്. ഗൾഫിലേക്ക് വിളിക്കുമ്പോൾ KMC ഒരു മരണം സംഭവിച്ചാൽ അവരുടെ ബോഡി കൊണ്ടുവരാൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് KMCC ആണ്. അത്രയ്ക്കേറെ. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വന്നാൽ നമുക്കറിയാം, കുന്നമംഗലത്തെ സ്ഥാനാർത്ഥി റസാഖ് മാഷ്, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തകനായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു മുഖമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ റെക്കോർഡ് ഇട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന്റെ പ്രവർത്തകരെ ഇതുപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തും കോർണർ ചെയ്തും സംസാരിക്കുന്നത് CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ചോദിച്ചാൽ നമ്മൾക്കറിയാമല്ലോ, 2 കൊല്ലം മുമ്പ് വരെ അജിംസെ ഈ ലീഗിന്റെ പിറകെ നടന്ന ഒരു CPM-നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഏക സിവിൽ കോഡ് ഫലസ്തീൻ സമ്മേളനമൊക്കെ വരുമ്പോൾ ലീഗിന് വീട്ടിൽ പോയി ക്ഷണിച്ച, കുഞ്ഞാലിക്കുട്ടിയെ പോയി ക്ഷണിച്ച ഒരു CPM ഉണ്ടായിരുന്നു ഇവിടെ. അവർ നോ പറഞ്ഞപ്പോഴാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ നോ പറഞ്ഞതിന് ശേഷമാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി ചെയ്ത CPM-ന്. അതുവരെ പിറകെ നടന്ന് വരൂ എന്ന് പറഞ്ഞ് അപേക്ഷിച്ച് പിറകെ പോയ ഒരു CPM ഉണ്ട്. CPM-നെ സംബന്ധിച്ചോളം ആരെ കൂട്ടിയാലും ജയിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സും ഒരു ഫിലോസഫിയും ആ CPM-നില്ല. നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജയചന്ദ്രൻ, നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്ത് ഒരു കാലത്ത് വിശ്വസിച്ചിട്ടുണ്ടാകും. ആ വിശ്വസിച്ച പഴയ പ്രസ്ഥാനമൊക്കെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ ഇല്ലാതെ പോയി, അസ്തമിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് വേണ്ടത് ഭരണമാണ്. ഭരണത്തിന്റെ സുഖം കൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ് പ്രിയപ്പെട്ട ജയചന്ദ്രൻ ഇന്ന് CPM-നുള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ല, ഒരു ആശയവുമില്ല.